സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മൂവിയാണ് സോണിക് ഹെഡ്ജോഗ് 3. ഇതിന്റെ മുന്നേയുള്ള സോണിക് 1, 2 നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഈ സിനിമ കാണാൻ ഇതിൽ വരുന്ന ഐക്കാർഡിലോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്ത 2 മൂവി കാണാവുന്നതാണ്. സിനിമയുടെ തുടക്കത്തിൽ ജപ്പാനിലെ ഒരു സീക്രട്ട് ഐലൻഡിൽ പൂട്ടിയിട്ടിരിക്കുന്ന ഹെഡ്ജോഗിനെയാണ് കാണിക്കുന്നത്. അവന്റെ പേര് ഷേഡോ എന്നാണ്. അവനെ 50 വർഷങ്ങളായി അവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അവിടെയാണെങ്കിൽ കാവൽ നിൽക്കാനായി ഒരുപാട് സെക്യൂരിറ്റിയുണ്ട്. ഷേഡോനെ അവർ 50 വർഷങ്ങളായി ഉണരാൻ സമ്മതിക്കാതെ അത് പൂട്ടിയിട്ടിരിക്കുകയാണ്. എന്നാൽ ഇതിലൂടെ അവരുടെ സിസ്റ്റം ആരോ ഹാക്ക് ചെയ്തു. ഈ സമയം അവനിപ്പോൾ ഉണരുന്നതൊക്കെ അവിടെയുള്ള പറയുമ്പോൾ ഷേഡോയ്ക്ക് പഴയ ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് വരികയും ഈ സമയം എമർജൻസി അമർത്തുമ്പോൾ എല്ലാ പട്ടാളക്കാരും അങ്ങോട്ടേക്ക് ഓടിയെത്തുകയും അവിടേക്ക് ഇടിച്ചു പൊളിച്ച് ആർക്കും കാണാൻ പറ്റാത്ത വേഗതയിൽ ഓരോരുത്തരെയും സെക്കൻഡുകൾ കൊണ്ട് ഇടിച്ചിടിച്ച് എല്ലാവരെയും തീർത്തുകളായി. ഇതിനിടെ മുഴുവൻ പട്ടാളക്കാരെ വിളിക്കുന്നൊക്കെ മറ്റവൻ പറയുമ്പോൾ അതായിരുന്നു മുഴുവൻ ആൾക്കാരും. അവരെയൊക്കെ അവൻ സെക്കൻഡുകൾ കൊണ്ട് തീർത്തുകളഞ്ഞു എന്ന് പറയുന്നു. ചേട പുറത്തേക്കുള്ള വഴി പൊളിച്ച് അവിടെ നിന്ന് ഓടി പോവുകയും അവിടെ വെച്ച് സിനിമ തുടങ്ങുകയും ചെയ്യും. പിന്നീട് കാണിക്കുന്നത് സോണിക്കും നക്കിൾസും ചേർന്ന് ഓട്ടോ മത്സരത്തിന് റെഡിയായിരിക്കുന്നതാണ്. അവരിൽ ആർക്കാണ് ഏറ്റവും സ്പീഡുള്ളതെന്ന് നോക്കാൻ വേണ്ടിയുള്ള മത്സരമാണ് ഇത്. മത്സരം നടത്തുന്നത് ടോമും മേഡിയുമാണ്. അവരങ്ങനെ ഓട്ടോ മത്സരത്തിനായി റെഡിയാവുകയും ടാറ്റ പറയുമ്പോൾ അവർ മിന്നൽ വേഗത്തിൽ ഓടാൻ തുടങ്ങുകയും അങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ സോണിക്കിനാണെങ്കിൽ അവനെ ജയിക്കൂ എന്നുള്ള കോൺഫിഡൻസോടുകൂടി മിന്നൽ വേഗത്തിൽ കറങ്ങിയടിച്ചൊക്കെ പോവുകയും ഫിനിഷിംഗ് പോയിന്റിലെത്തിയതും ഞാൻ ജയിച്ചു എന്നൊക്കെ പറഞ്ഞ് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പേൽസും നക്കിൾസും അവന് മുന്നേ അവിടെ കിട്ടിയതായി അവർ കാണുകയും ഇതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് അവരെ ശ്രദ്ധിക്കുമ്പോൾ അവരിലെന്തോ മാറ്റം കണ്ട് സോണിക്കോടെ പെട്ടുനോക്കുകയും അത് പേൽസിന്റെ പ്രൊജക്ഷൻ മനസ്സിലാക്കി ഞാൻ തന്നെ ജയിച്ചു എന്ന് പറഞ്ഞ് സോണിക്ക് വീണ്ടും തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെ മിന്നൽ വേഗത്തിലങ്ങ് ഓടിപ്പോവുകയും അവിടെ എത്തിയതും സർപ്രൈസ് എന്നൊക്കെ അവർ പറയുമ്പോൾ ഇതെന്താ സംഭവം എന്നൊക്കെ സോണിക്ക് ചോദിക്കുകയും ഈ ആദ്യമായി ഭൂമിയിലേക്ക് എത്തിയ ദിവസം ഇതാണെന്ന് ടോം പറയുകയും അവരെല്ലാവരും ചേർന്ന് പാർട്ടി ആഘോഷിക്കുകയും ചെയ്യും. അങ്ങനെ പാർട്ടിയൊക്കെ കഴിഞ്ഞ് സോണിക്ക് താങ്ക്സ് ഒക്കെ പറഞ്ഞ് സോണിക്ക് നേരെ അവന്റെ പഴയ ഗുഹയിലേക്ക് ടോമിനെ കൂട്ടി പോവുകയും അങ്ങനെ അവർ അവിടെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ടോം അവന്റെ ലോക്ലോയുടെ ചിത്രം അവിടെ കാണുകയും ഇത് നീ വരച്ചതാണ്, ഇത് ആരാണ് എന്നൊക്കെ ടോം ചോദിക്കുകയും ഇത് ഞാൻ ഭൂമിയിലേക്ക് എത്തിയ ആദ്യത്തെ രാത്രി വരച്ച ചിത്രമാണ് ഇതെന്ന് അവൻ പറയുകയും ഇത് ഞാൻ എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി വരച്ച ചിത്രമാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ലോങ്ക്ലോയെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ സോണിക്ക് പറയുകയും ലോങ്ക്ലോ എന്നവർക്ക് അഭിമാനിക്കുന്നുണ്ടാവുമെന്നൊക്കെ സോണിക്ക് ടോമിനോട് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്ന് ടോം പറയുകയും ടോം അവന് ഒരു ഉപദേശം കൂടി കൊടുക്കും. നിന്റെ ജീവിതത്തിൽ നിനക്കെപ്പോഴും തീരുമാനങ്ങൾ എടുക്കാനുള്ള അവസരങ്ങളുണ്ടാവും. പക്ഷേ അതിൽ നല്ല തീരുമാനങ്ങളുണ്ടാവും, ചീത്ത തീരുമാനങ്ങളുണ്ടാവും. ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നീ നിന്റെ മനസ്സ് പറയുന്ന തീരുമാനം എന്ന് ടോം പറഞ്ഞു. സോണിക്ക് അതൊക്കെ കേട്ട് സന്തോഷമാവും. ഇതേ സമയമാണെങ്കിൽ ചേടോ സിറ്റിയിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു പരസ്യത്തിൽ വർഷം 2024 കാണുകയും അപ്പോൾ ഞാൻ 50 വർഷങ്ങളായി അതിന്റെ ഉള്ളിലായിരുന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിച്ച് നിൽക്കുമ്പോൾ ഒരുപാട് പോലീസുകാർ അവന് ചുറ്റുമങ്ങ് വളയുകയും അതോടെ ഇതൊക്കെ കണ്ട് നിങ്ങളാരും ഒറ്റക്ക് നടക്കാൻ സമ്മതിക്കില്ലെന്നൊക്കെ പറഞ്ഞ് ചേട ചൂടായി അവന്റെ പവർ കേൾക്കുമ്പോൾ കണ്ണിൽ നിന്നൊക്കെ തീയൊക്കെ വരികയും ഈ സമയം സോണിക്കിന്റെ സന്തോഷത്തോടെ വയർസ്കലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു ശബ്ദവുമില്ല, നല്ല സമാധാനമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഹെലികോപ്റ്റർ അങ്ങോട്ടേക്ക് പറഞ്ഞു വരികയും പോലീസുകാരൊക്കെ അങ്ങോട്ടേക്ക് ഇറങ്ങുമ്പോൾ എന്തിനായിരിക്കും ഇവർ വന്നതെന്നൊക്കെ അവർ പരസ്പരം പറയും. ഈ സമയം അങ്ങോട്ടേക്ക് വന്ന് കാര്യം പറയാം. ജപ്പാനിലെ ടോക്കിയോയിൽ ഒരു ഏലിയൻ ഇറങ്ങിയിട്ട് ഡേഞ്ചറസ് സിറ്റുവേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സോണിക്ക് ഞങ്ങളുടെ കൂടെ വരണമെന്ന് പറയുന്നത് കേട്ട് സോണിക്ക് അതിന് സമ്മതിക്കും. അങ്ങനെ ഉടനെ തന്നെ അവർ ടോമിനോട് പേടിയോട് യാത്രയൊക്കെ പറഞ്ഞ് പുറപ്പെടുകയും പോർട്ടലിട്ട് ടോക്കിയോയിലെത്തി താഴെ വലിയ മനസ്സിലാവുകയും അങ്ങനെ അവർ താഴേക്ക് റെഡിയാവുമ്പോൾ ടൈറ്റാനിയത്തിന്റെ ഹാൻഡ്കഫ് എടുക്കുകയും ഇത് പൊട്ടിക്കാൻ പാടായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ഈ സോണി നമ്മളിത് ചെയ്തിരിക്കുമെന്നൊക്കെ പറഞ്ഞ് അവർ താഴത്തേക്ക് എടുത്തങ്ങ് ചാടുകയും അങ്ങനെ താഴെത്താൻ പോയതും അവരെ എടുത്ത് താഴേക്കങ്ങ് ഇടുകയും അവിടെ ഇറങ്ങി ചുറ്റും നോക്കുന്നുണ്ടെങ്കിലും ആരെയും കാണുന്നില്ല. ഈ സമയം അവരുടെ നേർക്ക് ഒരു വണ്ടി പറന്നു വന്ന് വീഴാൻ നോക്കിയതും രണ്ടു സടങ്ങ് പിടിക്കുകയും ഒരു കൈ കൊണ്ട് അങ്ങ് എറിഞ്ഞു കളയുകയും എന്നാൽ ഇതിനിടെ ചേട അങ്ങോട്ടേക്ക് വരികയും അവരെ കണ്ടതോടെ നീ എന്നെ പോലെ ഉണ്ടല്ലോ കാണാൻ സോണിക്ക് പറയുമ്പോ നീ എന്നെ പോലെയാണുള്ളതെന്ന് ചേടാൻ പറയുകയും മര്യാദക്ക് ഇവിടെ നിന്നും വിട്ടുപോക്കോ എന്ന് ചേട്ടൻ ദേഷ്യത്തോടെ പറയുമ്പോ ഞങ്ങൾ അടിയുണ്ടാക്കാൻ വന്നതല്ല, നമുക്ക് സമാധാനപരമായി സംസാരിക്കാമെന്നൊക്കെ സോണിക്ക് പറയും.
അത് കേൾക്കാതെ ചേട്ടൻ അവിടെ നിന്നും പൊക്കളയാൻ നോക്കുകയും ഇതിനിടെ നർക്കസ് അവനെ ചാടി ഇടിക്കാൻ നോക്കുമ്പോൾ ചേട്ടൻ സെക്കൻഡുകൾ കൊണ്ട് അവന്റെ അടുത്തേക്ക് എത്തുകയും അവന്റെ കൈ പിടിച്ച് മുകളിലോട്ടിട്ട് കാണാൻ പറ്റാത്ത സ്പീഡിൽ ഇടിച്ചങ്ങ് കളയുകയും നർക്കസ് താഴെ വന്ന് വീഴുകയും ചെയ്യുമ്പോൾ ടെയിൽസും സോണിക്കും നർക്കസിനെ എഴുന്നേൽപ്പിക്കുകയും ഈ സമയം ചേട്ടനാണെങ്കിൽ ഫൈറ്റിന് റെഡിയായിരിക്കുമ്പോൾ അവന്റെ അടി പൊളിയാണെന്നൊക്കെ നർക്കസ് പറയുകയും ഞാനുള്ളപ്പോഴെന്നൊക്കെ പറഞ്ഞ് സോണിക്കിന് ദേഷ്യം വരുമ്പോൾ പുറകിലൂടെ വന്ന് നർക്കസിനെയും ടെയിൽസിനെയും വന്ന് ഇടിച്ചെടുക്കുകയും ശേഷം സോണിക്കിനെ പിടിച്ച് മുകളിൽ കൊണ്ടുപോയി താഴേക്കൊക്കെ പൊട്ടിക്കുമ്പോൾ സോണിക്ക് തളർന്നു പോയി. ഇതിനിടെ എന്നെ ഫോളോ ചെയ്യരുതെന്ന് പറഞ്ഞ് ചേട്ടൻ ഒരു ബൈക്കുമായിട്ട് പോകുന്നത് കണ്ട് സോണിക്കിന് ദേഷ്യം വരികയും നീ പോരുതെന്നൊക്കെ ടെയിൽസ് പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ സോണിക്ക് മിന്നൽ വേഗത്തിൽ തന്നെ ചേട്ടനെ ഫോളോ ചെയ്തങ്ങ് പോവുകയും അവന്റെ അടുത്തെത്തുമ്പോൾ ചേട്ടൻ വെടിവെക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി അഷ്ടിച്ച് രക്ഷപ്പെട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ സോണിക്ക് വണ്ടിയിൽ തൂങ്ങിപ്പിടിക്കുകയും അതോടെ ചേട്ടൻ വണ്ടിയുടെ സ്പീഡ് കൂട്ടി മുകളിലേക്കൊക്കെ ചാടിച്ച് രണ്ടുപേരും ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് പോകുമ്പോൾ ചേട്ടൻ സോണിക്കിനെ തട്ടിയങ്ങിടുകയും ശേഷം മുകളിലേക്ക് പോയി അവന് നേർക്ക് വരുന്നത് തന്നെ സോണിക്കും അവന്റെ പാറയും എടുക്കുകയും അങ്ങനെ രണ്ടുപേരും ചേർന്ന് കൂട്ടി ഇടിക്കുമ്പോൾ വലിയ പൊട്ടിത്തെറിയുണ്ടായി മുഴുവൻ ഇലക്ട്രിസിറ്റി അങ്ങ് കട്ടാവുകയും കുറച്ചു സമയം കഴിഞ്ഞ് സോണിക്ക് എഴുന്നേറ്റ് നോക്കുമ്പോൾ അവനെ മട കൂട്ടിയിട്ട് ചേട്ടൻ പോയിരിക്കുകയാണ്. ഈ സമയമാണെങ്കിൽ നക്കിൾസും ടെയിൽസും അങ്ങോട്ടേക്ക് എത്തുകയും നിനക്ക് എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് സോണിക്ക് പറയുകയും നമുക്ക് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ചേട്ടൻ ആരാണെന്ന് അതിന് നമുക്ക് കമാൻഡർ ബാൾട്ടസിനെ പോയി കാണാമെന്ന് പറഞ്ഞു അങ്ങോട്ടേക്ക് പോവുകയും അങ്ങനെ അവൻ കമാൻഡർ ബാൾട്ടസിനോട് ചേട്ടനെ പറ്റി ചോദിക്കുകയും അവനെ പറ്റി പറയാൻ തുടങ്ങുകയും 50 വർഷങ്ങൾക്ക് മുന്നേ അമേരിക്കയിൽ ഒരു ഉൽക്ക വന്ന് വീണു. അങ്ങനെ സയന്റിസ്റ്റ് അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൽ ഒരു ജീവനുള്ളതായി കണ്ടു. അതാണ് ഹേഡ. അങ്ങനെ സയന്റിസ്റ്റുകളൊക്കെ ചേർന്ന് ഹേഡോയെ പരിശോധിക്കുമ്പോൾ ഹേഡോയ്ക്ക് എന്തോ പവറുള്ളതായി അവർക്ക് മനസ്സിലായി. അതോടെ അവനെ വെച്ച് സയന്റിസ്റ്റ് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ തുടങ്ങി. പക്ഷേ പിന്നെയാണ് അവൻ മനസ്സിലാക്കുന്നത് അവന്റെ പവർ വളരെ ഡേഞ്ചറസ് ആണ്. അങ്ങനെ ഒരു പരീക്ഷണത്തിൽ ആ ലാബിൽ വലിയ പൊട്ടിത്തെറി നടക്കുകയും അതിൽ കുറെ പേര് മരിച്ചു പോവുകയും ചെയ്യുന്നു. അങ്ങനെ ആ സംഭവത്തിന് ശേഷം ആ പരീക്ഷണങ്ങളൊക്കെ നടത്തിയ സയന്റിസ്റ്റിനെ പോലീസ് പിടിച്ച് ജയിലിട്ടു. കൂടാതെ ചേട്ടോയെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവനെ ഐസിൽ പൂട്ടി വെച്ചു എന്നൊക്കെ കമാൻഡർ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെയുള്ള ഇലക്ട്രിസിറ്റി മുഴുവനായി കട്ടാവുകയും റോബോട്ടിക്കിന്റെ ഡ്രോൺസ് അങ്ങോട്ടേക്ക് വന്ന് മിസൈൽ വിടുമ്പോൾ സോണിക്കൊക്കെ മാറിക്കളയുകയും ഇതിനിടെ വീണ്ടും അവരെ നേർക്ക് ലേസറൊക്കെ അടിക്കുമ്പോൾ റോബോട്ടിക്ക് മരിച്ചതല്ലേ എന്നൊക്കെ ടെയിൽസ് പറയുകയും ഈ സമയം ആരോ ബൈക്കും കൊണ്ടുവന്ന് ടൈല് ഷാഞ്ഞ് നിർത്തുകയും ശേഷം ബൈക്കിന്റെ മുന്നൊക്കെ പൊക്കി എല്ലാ ഡ്രോൺസിനെയും ഷോക്കടിപ്പിച്ച് തീർത്ത് കളയുകയും അവനവിടെ നിന്ന് പൊക്കളയുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെയാണെങ്കിൽ സോണിക്ക് നോക്കുമ്പോൾ കമാൻഡർ വാൾട്ടേഴ്സ് മരിക്കാൻ കിടക്കുകയാണ്. അയാളാണെങ്കിൽ പോക്കറ്റിൽ നിന്നും ഒരു താക്കോല് എടുക്കുകയും ഞങ്ങളെ ഗണ്ണത ടീം ഉണ്ടാക്കിയതിൽ വെച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയുധത്തിന്റെ താക്കോലാണെന്ന് അയാൾ പറയുകയും നീ ഇത് സൂക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞ് അയാൾ മരിക്കുമ്പോൾ സോണിക്കിന് ഒരുപാട് സങ്കടമാവുകയും ഈ സമയം റോക്ക്വെല്ലും ടീമും അങ്ങോട്ട് വരുന്നത് സോണിക്ക് കാണുകയും റോക്ക്വെല്ലും ടീമും ഉള്ളിൽ ചെന്ന് നോക്കുമ്പോൾ കമാൻഡർ മരിച്ചിരിക്കുന്നത് കണ്ട് കിട്ടുന്നതിന് പകരം സോണിക്കിന്റെ ഒരു ഫോട്ടോയാണ് കിട്ടുന്നത്. അതോടെ സോണിക്ക് അവരെ ചതിച്ചു എന്നാണ് അവൾ കരുതുന്നത്. എന്നാൽ സോണിക്കാണെങ്കിൽ നേരത്തെ വന്ന ബൈക്കുകാരന്റെ പുറകിൽ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് പോയി അവനെ നിർത്തുകയും അവരാരാണെന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ജോണിനെ കണ്ടതും നിക്കെന്തിനാണ് ചേട്ടോയെ ഫ്രീ ആക്കിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയാൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് ജോൺ പറയുകയും ഞാനത് തെളിയിക്കാമെന്ന് പറഞ്ഞ് ഒരു കീ വെക്കുമ്പോൾ കടലിൽ നിന്നും ഒരു ഞണ്ട് അങ്ങോട്ടേക്ക് പൊങ്ങി വരികയും ജോൺ അവരെ ഉള്ളിലേക്ക് ക്ഷണിക്കുകയും ചെയ്യും. ഈ സമയം നിക്കാണെങ്കിൽ എല്ലാ പ്ലാനും ആയതുകൊണ്ട് ഉള്ളിൽ നിന്ന് ടിവി ഒക്കെ കണ്ട് ഓരോ കോപ്രായങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ സോണിക്കും ടീമും വന്നത് കണ്ട് അതൊക്കെ നിർത്തുകയും ഈ സമയം ഡ്രോൺ അങ്ങോട്ടേക്ക് വന്ന് നമുക്ക് വലിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു മറ്റാരോ നമ്മുടെ ഡ്രോൺസിനെ ഹാക്ക് ചെയ്ത് കൺട്രോൾ ചെയ്തതൊക്കെ പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ അതൊക്കെ കണ്ട് നിക്കിന് ദേഷ്യം വരികയും ഡ്രോൺസ് എടുത്തവരെ നമ്മൾ ഉടനെ കണ്ടുപിടിക്കുമെന്നൊക്കെ പറയുമ്പോൾ നമ്മളും റോബോട്ടിക്കും അപ്പൊ ഒരേ ശത്രുവിന്റെ പുറകിലാണല്ലേ. പക്ഷെ നമ്മളെന്തിനാണ് ഇയാളോടൊപ്പം കൂടുന്നതെന്ന് ടെയിൽസ് പറയുകയും എനിക്കത് ഇഷ്ടമല്ല എന്നൊക്കെ അവൻ പറയുമ്പോൾ എനിക്കും ഇഷ്ടമൊന്നുമല്ല പക്ഷെ നിക്കിനും നമുക്കും ഒരുമിച്ച് കണ്ടുപിടിക്കാമെന്ന് സോണിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു സാധനം തന്നാലേ നിങ്ങളുടെ ഒപ്പം ഞാൻ ചേരുമെന്നൊക്കെ നിക്ക് പറയുകയും അത് കൊള്ളാമെന്ന് മനസ്സിലാക്കി സോണിക്ക് ഒരെണ്ണം അങ്ങനെ പറിച്ചു കൊടുക്കുകയും അങ്ങനെ നിക്ക് ഭ്രാന്തൻ രൂപമൊക്കെ മാറി പഴയ പോലെ ആവുന്നു. ഇതേ സമയമാണെങ്കിൽ ചേട്ട അവനെ കൂട്ടിയിട്ട ലാബിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ലാബൊക്കെ എണ്ണുന്ന ടീമിന്റെയാണ്. നമ്മൾ മുൻപ് കണ്ട കമാൻഡറും റോക്ക്വെല്ലൊക്കെ ഈ ടീമിലാണ് ഉള്ളത്. അങ്ങനെ ചേട്ട അവിടെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ കൂട്ടുകാരിയായ മരിയയുടെ അവിടെ നിന്നും കിട്ടുകയും അതോടെ അവൻ അവളെ ഓർക്കുകയും ചെയ്യുന്നു. ഈ മരിയ എന്ന പെൺകുട്ടി സയന്റിസ്റ്റിന്റെ കൊച്ചുമകളാണ്. ചേട്ടോനെ 50 വർഷങ്ങൾക്ക് മുന്നേ പരീക്ഷണത്തിന് വേണ്ടി ആ ലാബിൽ ആക്കിയപ്പോഴാണ് മരിയ ആദ്യമായി ചേട്ടോയെ കാണുന്നത്. അങ്ങനെ അവനെ കണ്ടതും ദേഷ്യപ്പെട്ടിരിക്കുന്ന അവനെ ഓരോ കുറുമ്പൊക്കെ കാണിച്ച് മരിയ അവനെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കുകയും അങ്ങനെ മരിയ അവനോടൊപ്പമാണ് എപ്പോഴും അവരൊരുമിച്ച് കളിക്കും ഒരുമിച്ച് സിനിമ കാണും അങ്ങനെ എൻജോയ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു ദിവസമാണെങ്കിൽ അവർ ലാബിന് പുറത്തേക്കൊക്കെ പോയി ആകാശം നോക്കി കിടക്കുമ്പോൾ മരിയ അവനോട് സംസാരിക്കാൻ ചേട്ടോ നിനക്കൊരു കാര്യം അറിയോ എന്റെ അപ്പൂപ്പൻ പറഞ്ഞത് നമ്മളെ കാണുന്ന നക്ഷത്രത്തിൽ
ചില നക്ഷത്രങ്ങളുടെ പ്രകാശം ഭൂമിയിലേക്ക് എത്താൻ ആയിരക്കണക്കിന് വർഷങ്ങൾ എടുക്കുമെന്നാണ് പറഞ്ഞത്. അതായത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല നക്ഷത്രങ്ങളും യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരിക്കില്ല എന്നൊക്കെ മരിയ അവന് പറഞ്ഞു കൊടുക്കുകയും, അപ്പോ ഒരു നക്ഷത്രം ഇല്ലാതായാലും അതിന്റെ പ്രകാശം അവശേഷിക്കുമെന്നാണോ നീ പറയുന്നതെന്നൊക്കെ അവൻ ചോദിക്കുമ്പോൾ അതേന്ന് മരിയ പറയുകയും, നീ ഏത് ഗ്രഹത്തിൽ നിന്നാണ് വന്നതെന്ന് അവൾ അവനോട് ചോദിക്കുമ്പോൾ അതെനിക്കറിയില്ല എന്ന് അവൻ പറയുകയും, ഞാൻ എങ്ങനെയോ ഭൂമിയിലേക്ക് എത്തിയതാണെന്ന് പറയുകയും, പക്ഷേ ഭൂമിയിലുള്ളവരൊക്കെ എന്നെ എന്തോ ഭീകരജീവിയെ പോലെയാണ് കാണുന്നത്. നിനക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞാൻ കാരണം ഈ ഭൂമിയിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ എന്നൊക്കെ ഷാഡോ പറയുകയും, ഞാൻ എന്താണെന്ന് എനിക്കറിയില്ല എന്ന് ഷാഡോ പറയുമ്പോൾ, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് മരിയ പറയുകയും, ജീവിതത്തിലെ ചില സമയത്ത് നിനക്ക് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ നീ മനസ്സുകൊണ്ട് ആലോചിച്ച് നല്ല തീരുമാനങ്ങൾ മാത്രം എടുക്കുക എന്ന് പറഞ്ഞതൊക്കെ അവൻ ഓർക്കുകയും, ശേഷം അവനെ കൂട്ടിയിട്ട കണ്ടെയ്നറിന്റെ അടുത്തൊക്കെ പോയി നിൽക്കുമ്പോൾ അവിടുത്തെ ഹെഡായ സയന്റിസ്റ്റ് കൊണ്ടേക്ക് വരികയും, അങ്ങനെ അവനെ കണ്ടതും പ്രൊഫസർ അവളുടെ ഓർമ്മകൾ എന്നെ വിട്ടു പോകുന്നില്ല, അത് ആലോചിക്കുമ്പോൾ എനിക്ക് വട്ടുപിടിക്കുന്നു എന്നൊക്കെ ഷാഡോ പറയുമ്പോൾ, ഇതിനെല്ലാം കാരണം അവരാണെന്ന് പ്രൊഫസർ പറയുകയും, അതിനുള്ള പണി നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കണമെന്ന് പ്രൊഫസർ പറയും. ഈ സമയമാണെങ്കിൽ ഈ സോണിക്കും നിക്കുമാണെങ്കിൽ ഡ്രോൺ ട്രാക്ക് ചെയ്ത് ആ ലാബിന്റെ അടുത്തോട്ടേക്ക് എത്തുകയും അവർ അതൊക്കെ പൊളിച്ച് ഉള്ളിലേക്ക് നടക്കുമ്പോൾ ഇതെന്ത് തരം തരമാണെന്നൊക്കെ ജോൺ ചോദിക്കുകയും, എനിക്ക് തോന്നുന്നത് ഇത് പട്ടാളക്കാരുടെ ബേസ് ആണെന്നൊക്കെ സോണിക്ക് പറയുകയും, ഇവിടെ വർഷങ്ങളായിട്ട് ആരുമില്ലെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വഴി കാണുകയും അതോടെ അവർ മൂന്നായി തിരിഞ്ഞ് പോകാൻ തുടങ്ങുന്നു. അങ്ങനെ നക്കിൾസ് ഉള്ളിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഷാഡോ അവന്റെ മുന്നിലേക്ക് എത്തുന്നു. ഈ സമയമാണെങ്കിൽ ടെയിൽസും ജോണും സംസാരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ പുറകിലൂടെ ഷാഡോ വരികയും അവരെ കണ്ട് അവർ പേടിക്കുമ്പോൾ നിക്കും സോണിക്കുമാണെങ്കിൽ അവിടെയൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനിടെ സോണിക്കാണെങ്കിൽ ഷാഡോയെ അടച്ചു വെച്ച സ്ഥലത്തേക്കൊക്കെ എത്തുകയും അവരവിടെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പുറകിലൂടെ ഷാഡോ വന്ന് അവനെ പിടിച്ചെറിയുകയും അവനിട്ട് മുഖത്തിട്ട് ഇടിക്കുകയും ചെയ്യും. ഈ സമയം നിക്കാണെങ്കിൽ അവന്റെ ഡ്രോൺസിനെ കണ്ടെത്തുകയും അതൊക്കെ കണ്ട് അവൻ പിടിച്ച് നിൽക്കുമ്പോൾ ഒരാൾ ഡോറും തുറന്ന് അവന്റെ അടുത്തോട്ട് വരികയും, നിക്ക് നോക്കുമ്പോൾ അവന്റെ അതേ രൂപം കണ്ട് നീ ആരാണെന്നൊക്കെ ചോദിച്ച് എന്റെ ഡ്രോൺസിനെ നീ കക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞ് അവന് നേരെ ഡ്രോൺസിനെ ഓണാക്കുമ്പോൾ, നീ അടിപൊളിയായി ഇതിനെയൊക്കെ ഉണ്ടാക്കി മോനെ എന്ന് അയാൾ പറയുകയും, ഞാൻ എന്റെ കുടുംബമാണ് മോനെ എന്നൊക്കെ പറയുമ്പോൾ നിക്കിന് വിശ്വാസം വരാത്തത് കണ്ട് ഞാൻ എന്റെ അപ്പൂപ്പനാണ് ജെറാൾഡ് റോബോട്ടിക് എന്ന് പറഞ്ഞതും നിക്കിന് ഒരുപാട് സന്തോഷമാവുന്നു. കാരണം അവനിതുവരെ കരുതിയത് അവന് സ്വന്തക്കാരും കുടുംബക്കാരും ഒന്നും ഇല്ലെന്നാണ്. എന്നാൽ നിങ്ങൾ ഇതുവരെ എവിടെയായിരുന്നു എന്നൊക്കെ നീ ചോദിക്കുമ്പോൾ എന്നെ 50 വർഷങ്ങളായി കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ അപ്പൂപ്പൻ പറയുകയും, എന്റെ ഡ്രോൺസ് എടുത്ത് ഇങ്ങോട്ട് വരുത്തിയത് ഞാൻ തന്നെയാണെന്ന് പറയുകയും, നിന്നെ വെച്ച് എനിക്ക് കുറച്ച് പ്ലാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അവർ നേരെ പോകുന്നത് ഷാഡോ കൂട്ടിയിട്ട് സോണിക്കും ടീമിന്റെ അടുത്തേക്കാണ്. അങ്ങനെ സോണിക്കും രണ്ട് നീക്കിനെ കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോൾ ജെറാൾഡ് ഷാഡോയോട് ഗണ്ണെന്ന ടീമിന്റെ താക്കോല് സോണിക്കിന്റെ എല്ലാം എടുക്കാൻ പറയുകയും, അങ്ങനെ ഷാഡോ അതെടുത്തതും ജെറാൾഡ് അവരുടെ പ്ലാൻ പറയുന്നു. നമ്മളെ ഈ അവസ്ഥയിലാക്കിയത് ഗണ്ണെന്ന ടീമാണ്. ആ ഒരു ടീമിന് വേണ്ടി ഞാനൊരു ആയുധം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പേര് എക്ലിപ്സ് കനോൺ. അത് ബേസിലാണ് ഉണ്ടാവുക. ആ ഒരു ആയുധം വെച്ച് ഭൂമിയിലെ ഏത് സ്ഥലം വേണമെങ്കിലും നമുക്ക് നശിപ്പിക്കാം. പക്ഷേ അതിന് 2 താക്കോലുണ്ട്. അതില് ഒരു താക്കോലാണ് നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളതെന്ന് ജെറാൾഡ് പറയുകയും, രണ്ടാമത്തെ താക്കോലുള്ളത് ഗണ്ണെന്ന ടീമിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലാണ്. അതും കൂടെ നമുക്ക് എടുക്കാൻ പറ്റിയ എക്ലിപ്സ് കനോൺ പിന്നെ നമ്മളുടെ കയ്യിലാണെന്ന് പറയുകയും, ആ താക്കോല് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തകർക്കാൻ പോകുന്നത് ഗണ്ണിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തന്നെയാണെന്ന് ജെറാൾഡ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് കേട്ട് ഞാനുമുണ്ടെന്ന് നിക്കും പറയുകയും, അങ്ങനെ അവർക്ക് അവിടെ നിന്ന് പോകാൻ വേണ്ടി നിക്കവന്റെ ഹെഡ് പോലെയുള്ള സ്പേസ്ഷിപ്പിംഗ് എടുക്കുകയും അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ സോണിക്കാണെങ്കിൽ ഷാഡോയോട് കാര്യം പറയാൻ തുടങ്ങും. ഷാഡോ, നീ ഭൂമിയിൽ വന്നതിന് ശേഷം ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ നീ ഒരിക്കലും അവരുടെ കൂടെ നിൽക്കരുതെന്ന് സോണിക്ക് പറയുകയും, അവർ ഈ ഭൂമിയിലെ ഒരുപാട് മനുഷ്യരെ കൊല്ലുമെന്നൊക്കെ സോണിക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും 50 വർഷങ്ങളായിട്ട് ഞാൻ അത്രയും അനുഭവിച്ചിട്ടുണ്ടെന്ന് ഷാഡോ പറയുകയും, മരിയ എന്നെ വിട്ടു പോകാൻ കാരണം ഗണ്ണെന്ന ടീമാണ്, അതുകൊണ്ട് അവരെ എല്ലാവരെയും ഇല്ലാതാക്കണമെന്ന് പറഞ്ഞ് എന്തോ അവിടേക്ക് എറിഞ്ഞ് അവിടെ നിന്നും പൊക്കളയുകയും ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ടാവുകയും അവിടെയുള്ള സാധനമൊക്കെ അതിന്റെ ഉള്ളിലേക്ക് വലിക്കാൻ തുടങ്ങുകയും, ഇതിനിടെ അവരും വലിയാൻ നോക്കുമ്പോൾ ഡഗ്ലസ് എങ്ങനെയൊക്കെയോ ഒരു സാധനത്തിൽ കടിച്ചൊക്കെ നിൽക്കുകയും, ഈ സമയം ടെയിൽസ് സോണിക്കിന് തിരിഞ്ഞു കൊടുത്തതും അവനത് എറിയുമ്പോൾ അവിടെയുള്ള ഡഗ്ഗയൊക്കെ ബ്ലാക്ക് ഹോളിന്റെ അടുത്ത് പോയി ഓപ്പണാവുകയും, അങ്ങനെ അവർ ഇതിലൂടെ പുറത്തെത്തിയതും ടെയിൽസ് മുഴുവൻ അതിന്റെ ഉള്ളിലേക്ക് വലിഞ്ഞു പോകുന്നത് കണ്ട് അവർ അത്ഭുതപ്പെടുകയും, ഇതിനിടെ ഇക്കാണെങ്കിൽ അവിടെയുള്ളതൊക്കെ വലിഞ്ഞു പോയത് കണ്ട് സോണിക്കും ടീമും തീർന്നെന്ന് കരുതി ജെറാൾഡിനോട് നിങ്ങളൊരു സംഭവം തന്നെ എന്നൊക്കെ പറയുകയും, ഞാൻ വർഷങ്ങളായിട്ട് അതിനെ കൊല്ലാൻ നോക്കിയിട്ടും എനിക്ക് പറ്റിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ, നമ്മൾ വിചാരിച്ച പറ്റാത്തതായി ഒന്നുമില്ല മോനെ എന്നൊക്കെ ജെറാൾഡ് പറയുകയും അവരങ്ങനെ ഗണ്ണിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോകാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഈ സമയമാണെങ്കിൽ നിക്കിന് കിട്ടാതെ പോയ കുട്ടിക്കാലം വിർച്വൽ റിയാലിറ്റി വെച്ച് അവർ നടത്തിയെടുക്കുകയും അപ്പൂപ്പൻ അവനെ സൈക്കിൾ പഠിപ്പിക്കുകയും
സഹായിക്കുന്നതായിട്ടും ബർത്ത്ഡേ ആഘോഷിക്കുന്നതുമായിട്ടൊക്കെ അവർ ആഘോഷിക്കുകയും പിന്നീട് ജോണാണെങ്കിൽ നിക്ക് അവനെ മൈൻഡ് ചെയ്യാത്തത് കണ്ട് അത് ഊരിക്കളയുകയും സങ്കടപ്പെടുകയും പിന്നീട് കാണിക്കുന്നത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടോമിനെ പേടിയും അവരങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സോണിക്കും ടീമും പോർട്ടലിലൂടെ അങ്ങോട്ടേക്ക് വരികയും നമ്മളിപ്പോൾ വലിയ പ്രശ്നത്തിലാണ് പെട്ടിരിക്കുന്നത്, നിങ്ങൾ കൂടെ കൂടുക എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ മുണ്ടെന്ന് ടോമും പേടിയും പറയുകയും അതോടെ സോണിക് പറയുന്നത് നമ്മളുടെ പണി വരുന്നത് ലണ്ടനിലെ എന്ന ടീമിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ അവിടെയാണ് നമ്മൾക്ക് വേണ്ട രണ്ടാമത്തെ താക്കോലിരിക്കുന്നത്. പക്ഷേ അതിന്റെ ഉള്ളിലേക്ക് കയറുന്നത് വലിയ ഇടങ്ങേറ് പിടിച്ച പണിയാണ്. കാരണം ആ ഹെഡ്ക്വാർട്ടേഴ്സിന് ചുറ്റും ഒരു ഷീൽഡ് ഉണ്ട്. അതുകൊണ്ട് ആരെങ്കിലും അതിന്റെ ഉള്ളിലേക്ക് അതിക്രമിച്ച് കയറാൻ നോക്കിയാൽ ആ ഷീൽഡ് പ്രത്യക്ഷപ്പെട്ട് ആള് വടിയും. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ടോമും മേഡിയും കൂടെ ആ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് കയറണം. എന്നിട്ട് ഞാൻ തരുന്ന ഒരു പെൻഡ്രൈവ് അവരുടെ സർവർ റൂമിൽ പോയി കുത്തിയാൽ അവിടെയുള്ള ഫുൾ ആക്സസ് എനിക്ക് കിട്ടും. അതോടെ ഞാൻ ഷീൽഡ് ഓഫ് ആക്കിയാൽ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റും. പക്ഷേ രണ്ടാമത്തെ പ്രശ്നം ആ ബിൽഡിങ്ങിലുള്ള ലേസേഴ്സ്. ആ ഒരു ലേസേഴ്സ് നമ്മുടെ ദേഹത്ത് തട്ടിക്കഴിഞ്ഞാൽ ആള് പീസായി പോകുമെന്ന് ലേസർ പറയും. ആ ലേസർ കടന്നു കഴിഞ്ഞാലാണ് നമ്മൾ താക്കോലുള്ള റൂമിലേക്ക് എത്തുന്നത്. പക്ഷേ അതിന്റെ ഉള്ളിലേക്ക് എങ്ങനെയാണ് കയറേണ്ടത്? പറ്റിയുള്ള ഡാറ്റ മുഴുവനും എണ്ണി അവരുടെ ഡാറ്റാബേസിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ എത്തിയാൽ മാത്രമേ അവിടുത്തെ മുഴുവൻ കാര്യങ്ങളും മനസ്സിലാവൂ എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത്ര ഡേഞ്ചറസ് ആണെങ്കിൽ നമ്മുടെ എമറാൾഡ് കല്ലിന്റെ പവർ വെച്ച് സോണിക്കിന് അങ്ങ് കയറിയാൽ പോരെ എന്ന് മേടി പറയുകയും അതാവുമ്പോൾ ഈസി അല്ലേ എന്നൊക്കെ അവർ പറയുകയും ചെയ്യുമ്പോൾ ആ എമറാൾഡ് സൂക്ഷിച്ചിരിക്കുന്നത് നക്സസ് ആണ്. അതാണെങ്കിൽ ഓവർ പവറുള്ള കല്ലല്ല. അതുകൊണ്ട് ഞങ്ങളത് അത്യാവശ്യമില്ലാതെ ഉപയോഗിക്കില്ല എന്ന് ഞങ്ങൾ പരസ്പരം സത്യം ചെയ്തിട്ടുണ്ടെന്ന് സോണിക്ക് പറഞ്ഞത് ഞാനത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ എന്ന് മേടി പറയുകയും നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ് അവർ ലണ്ടനിലേക്ക് പുറപ്പെടുന്നു. എന്നാൽ റോബോട്ടിക്കാണെങ്കിൽ ഡ്രെയിനേജിന്റെ ഉള്ളിലൂടെയൊക്കെ ലണ്ടനിലെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ മുന്നിലേക്ക് എത്തുകയും അങ്ങനെ ഹെഡ്ക്വാർട്ടേഴ്സ് കണ്ടതും ഞാനതിന്റെ ഉള്ളിലേക്ക് പോയി താക്കോലെടുത്ത് എല്ലാത്തിനും പണി കൊടുത്തിങ്ങ് വന്നാലെന്നൊക്കെ ജെറാൾഡിനോട് ചോദിക്കുകയും ചെയ്യുമ്പോൾ നീയൊന്നും ചെയ്യേണ്ട എന്ന് ജെറാൾഡ് അവനോട് പറയുകയും ചെയ്യേണ്ടതൊക്കെ ഞാനും റോബോട്ടിക്കും കൂടി ചെയ്തോളാം. എന്നിട്ട് ആ താക്കോലെടുത്തതിന് ശേഷം നിനക്ക് അവരോട് പ്രതികാരം ചെയ്യാമെന്ന് ജെറാൾഡ് പറയുകയും നിക്കും ജെറാൾഡും കൂടെ ഒരു സ്യൂട്ടൊക്കെ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ജോണും ഷാഡോയും അടിയിൽ പാർക്ക് ചെയ്ത് അവരുടെ ക്രാബ് ഷിപ്പിലേക്ക് പോകുന്നു. എന്നാൽ ഇതേ സമയം സോണിക്കാണെങ്കിൽ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ അടുത്തേക്കൊക്കെയായി എത്തുകയും ഇതിനിടെ ടെയിൽസ് ആണെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലിരുന്ന് ഹാക്കിംഗ് ചെയ്യാനുള്ളതൊക്കെ റെഡിയാക്കി വെക്കുകയും നക്സൽസ് ആണെങ്കിൽ ഒരു ക്ലോക്ക് ടവറിന്റെ മുകളിലായി നിൽക്കുകയും ഈ സമയം ടോമും മേഡിയും ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി റെഡിയാവുകയും അവരുടെ രൂപത്തിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് ടെയിൽസ് കൊടുത്ത ഒരു ഡിവൈസ് വെച്ച് അവർ രണ്ടുപേരും അവരുടെ സഹോദരിയായ റേച്ചലായി മാറുമ്പോൾ ടോം ഹസ്ബൻഡായി മാറുകയും അങ്ങനെ അവർ ഇവിടുത്തെ ഏജന്റാണെന്നൊക്കെ കള്ളം പറഞ്ഞ് അവർ ഉള്ളിലേക്ക് കയറുകയും അങ്ങനെ അവർ ഉള്ളിലെത്തിയതും മേഡി റോക്ക്വെല്ലിന്റെ മുഖമാക്കുകയും ചെയ്ത് സർവർ റൂമിലേക്ക് കയറുകയും അവിടെ ചെന്ന് ടെയിൽസ് പറയുന്നത് പോലെ അവിടെ പെൻഡ്രൈവ് കുത്തുകയും ഇതിനിടെ ടോമും മേഡിയും നോക്കുമ്പോൾ മറ്റൊരു പെൻഡ്രൈവ് കൂടെ അവിടെ കാണുന്നുണ്ട്. അത് നിക്കിന്റെ പെൻഡ്രൈവാണ്. ഈ സമയം നിക്കും ജെറാൾഡുമാണെങ്കിൽ താക്കോല് കണ്ടുപിടിക്കാൻ വേണ്ടി ഹെഡ്ക്വാർട്ടേഴ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ടെയിൽസ് ആണെങ്കിൽ അവന്റെ സിസ്റ്റത്തിലൂടെ റോബോട്ട് നിക്കിന്റെ ക്രാബ് ഷിപ്പ് ഡ്രെയിനേജിൽ പാർക്ക് ചെയ്തതായി കണ്ട് ഡ്രെയിനേജിലെ വെള്ളം മുഴുവനായി തുറന്നു വിട്ട് അവരങ്ങ് ഒലിച്ചു പോകും. എന്നാൽ നിക്കും ജെറാൾഡുമാണെങ്കിൽ ലേസേഴ്സിന്റെ അടുത്തേക്ക് എത്തുകയും ആ സ്യൂട്ടുള്ളത് കൊണ്ട് അവർ ലേസറിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഡാൻസ് ഒക്കെ കളിച്ച് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെയാണെങ്കിൽ ടെയിൽസ് റോബോട്ട് നിക്ക് താക്കോലിന്റെ അടുത്തെത്തിയെന്നൊക്കെ പറയുമ്പോൾ സോണിക്ക് ഒന്നും നോക്കാതെ ഓടാൻ തുടങ്ങുകയും അതോടെ ടെയിൽസ് ആണെങ്കിൽ ഞാൻ ആ ഷീൽഡ് ഡിസേബിൾ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും കേൾക്കാതെ സോണിക്ക് മുന്നോട്ട് തന്നെ പോവുകയും അങ്ങനെ അവൻ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എടുത്തിടുമ്പോൾ ഷീൽഡ് ആക്ടിവേറ്റ് ആവാൻ തുടങ്ങുകയും അവൻ എത്തുന്നതിന് മുന്നേ അത് ഓടാൻ നോക്കുമ്പോൾ ടെയിൽസ് അവന് വന്ന് ഉള്ളിലേക്ക് കറക്കി എറിയുകയും കഷ്ടിച്ച് ഉള്ളിലെത്തിയതോടെ താക്കോല് നോക്കി ഓടിപ്പോകുന്നു. ഈ സമയം ജെറാൾഡും നിക്കും താക്കോലിന്റെ അടുത്തേക്ക് എത്തിയതും സോണിക്ക് വരുന്നത് കണ്ട് അവർ താക്കോലിന്റെ അടുത്തേക്ക് ഓടുമ്പോൾ ഒരു ഗ്രാവിറ്റി സിസ്റ്റമാണ് അവർ നിലത്തേക്ക് അങ്ങ് പറ്റിപ്പോവുകയും അതോടെ അത് സോണിക്ക് എടുക്കാൻ നോക്കുമ്പോൾ അവരങ്ങ് പൊങ്ങിപ്പോവുകയും ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റോക്ക്വെൽ അങ്ങോട്ടേക്ക് വന്ന് ഇതാ ഗ്രാവിറ്റി ട്രാപ്പ് എന്നൊക്കെ പറയുകയും റെഡ് ഓവർ ഗ്രാവിറ്റി ആയിരിക്കും, ഗ്രീൻ ആണെങ്കിൽ ഗ്രാവിറ്റിയും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ ആ താക്കോലങ്ങ് എടുക്കുകയും ഈ സമയം ടോമിനെ മേടിയും പിടിച്ചുകൊണ്ട് ഒരുപാട് ഏജൻസ് അങ്ങോട്ടേക്ക് വരികയും ഇതിനിടെ റോക്ക്വെൽ ആണെങ്കിൽ നിങ്ങളൊക്കെ പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നക്സൽസ് അത് കേട്ട് ഷീൽഡ് വരെ പൊളിച്ച് ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് അങ്ങ് എത്തുകയും അതോടെ റോക്ക്വെലിന്റെ കയ്യിലുള്ള റിമോട്ട് അവന് കിട്ടിയതും ഏജൻസ് ഒക്കെ വെടിവെക്കാൻ തുടങ്ങുകയും അതോടെ സോണിക്കാണെങ്കിൽ റിമോട്ട് വെച്ച് ഗ്രാവിറ്റി ഓഫ് ആക്കാൻ പറയുമ്പോൾ നക്സൽസ് റിമോട്ട് അടിച്ചെന്ന് പൊളിക്കുകയും അതോടെ ഗ്രാവിറ്റി മുഴുവനും ഓണായി എല്ലാവരും ഗ്രാവിറ്റിയിൽ പെട്ടുപോകുമ്പോൾ സോണിക്കും നിലത്തേക്ക് പറ്റിപ്പോവുകയും ഈ സമയം ടോമിന്റെ മേലേക്ക് കെട്ടിടം വീഴാൻ പോവുകയും ഇതിനിടയിലും നിക്ക് താക്കോൽ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കണ്ട് റോക്ക്വെല്ലും അതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ടോമിന്റെ മേലേക്ക് കെട്ടിടം വീഴാൻ പോയതും ടോം സോണിക്കിനെ ഒച്ചത്തിൽ വിളിക്കുകയും സോണിക്ക് അത് കേട്ടതും അവന്റെ മുഴുവൻ വീഴാൻ പോയ കെട്ടിടം ഇടിച്ചെന്ന് പൊളിച്ചു കളയുകയും ആ ഒരു ആഘാതത്തിൽ
ബാറ്ററി ഓഫാവുകയും റോക്ക്വെൽ താക്കോലെങ്കിൽ ഇതിനെ ടോമും മേടിയും സോണിക്കിനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റോക്ക്വെൽ താക്കോലും എടുത്ത് പോകുന്നത് ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞ് ടോം റോക്ക്വെലിന്റെ പുറകെ പോകുന്നു. അങ്ങനെ റോക്ക്വെൽ അങ്ങനെ ബിൽഡിങ്ങിലൂടെ പൊക്കൊണ്ടിരിക്കുമ്പോൾ ടോം കമാൻഡർ വാൾട്ടേഴ്സിന്റെ രൂപത്തിൽ വരികയും അത് കണ്ട റോക്ക്വെൽ നിങ്ങൾ മരിച്ചുപോയതല്ലേ എന്നൊക്കെ ചോദിക്കുകയും ഞാൻ മരിച്ചിട്ടില്ല, അതുകൊണ്ട് ആ താക്കോൽ എനിക്ക് തരണമെന്ന് കമാൻഡർ പറയുന്നത് കേട്ട് റോക്ക്വെൽ അതങ്ങ് കൊടുക്കുകയും അങ്ങനെ ടോം മാറി നടന്ന് പോകുമ്പോൾ ജാഡോ മുന്നിലേക്ക് വരികയും അങ്ങനെ കമാൻഡറിനെ കണ്ടതും ജാഡോയ്ക്ക് ഒരുപാട് ദേഷ്യം വരുന്നു. കാരണം അവനെ 50 വർഷം കൂട്ടിയിട്ടത് ഗവൺമെന്റ് ടീമാണ്. അതുകൊണ്ട് തന്നെ ജാഡോ അവന്റെ പവർ എടുത്ത് അങ്ങ് ഇടിച്ചു കളയുകയും ബോധം പോകുന്നതോടെ താക്കോലും എടുത്ത് ജാഡോ നിൽക്കുമ്പോൾ അത് കമാൻഡറല്ല എന്ന് അവന് മനസ്സിലാവുകയും ഈ സമയം സോണിക് അങ്ങോട്ടേക്ക് എത്തി ടോമിനെ നോക്കുമ്പോൾ ജാഡോ ഇടിച്ചിട്ടിരിക്കുന്നത് കാണുകയും അതോടെ അവൻ സങ്കടത്തോടെ ടോമിനെ വിളിക്കുന്നുണ്ടെങ്കിലും ടോം എഴുന്നേൽക്കുന്നില്ല. ഇതിനിടെയാണ് ജാഡോ അവൻ വിളിക്കുന്നത് കണ്ട് അവൻ മരിയെ വിളിച്ചത് ഓർമ്മ വരികയും ഇതൊക്കെ കണ്ട സോണിക്കാണെങ്കിൽ നീ എന്താണ് ടോമിന് ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ചെയ്യേണ്ടത് ചെയ്തു എന്ന് പറഞ്ഞ ജാഡോ അവിടെ നിന്ന് കളയുകയും അപ്പോഴേക്കും മേഡിയും ടെയിൽസും നക്കിൾസും ഒക്കെ എത്തി ടോമിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ജെറാൾഡിനെയും നിക്കിനെയും ഏജൻസ് വളയുകയും അപ്പോഴേക്കും ജാഡോ അവിടേക്ക് എത്തി എല്ലാത്തിനെയും ഇടിച്ചിട്ട് ജെറാൾഡിനെ താക്കോൽ കൊടുക്കുകയും അത് കണ്ട നിക്കാണെങ്കിൽ നമുക്ക് 2 താക്കോലും കിട്ടിയെന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കുകയും അവരെ ജാഡോ എക്ലിപ്സ് കനോണിന്റെ ഉള്ളിലേക്ക് എത്തിക്കുമ്പോൾ അതിന്റെ വലുപ്പമൊക്കെ കണ്ട് ഇതൊരു അത്ഭുതം തന്നെയാണെന്നൊക്കെ നിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയും നിനക്കൊരു സർപ്രൈസ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ജെറാൾഡ് അവരുടെ സ്യൂട്ട് കാണിച്ചു കൊടുക്കുകയും അത് കണ്ടതും നിക്കിന് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അപ്പൂപ്പന്റെ ഷൂ ഒക്കെ പോയി ഉമ്മ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയമാണെങ്കിൽ ടെയിൽസ് നേരത്തെ വെള്ളമൊക്കെ കടത്തി വിട്ടതുകൊണ്ട് ഷിപ്പ് തകർന്ന് ടോണ് കഷ്ടപ്പെട്ട് കരയിലേക്ക് കയറുകയും ഇതിനിടയിൽ നിക്ക് സ്യൂട്ടൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ ടോണ് നിക്കിനെ വിളിക്കുകയും കാര്യം പറയാൻ തുടങ്ങുകയും ചെയ്യുന്നു. ജെറാൾഡ് നിങ്ങളോട് പറഞ്ഞതുപോലെയല്ല അവൻ ചെയ്യാൻ പോകുന്നത്, ഇത് ഞാൻ ജാഡോ വഴിയാണ് അറിഞ്ഞത്, അവനെന്തോ വലിയ പ്ലാനാണ് ഇട്ടിരിക്കുന്നത്, എനിക്ക് ഇനിയും നിങ്ങളെ നഷ്ടപ്പെടുത്താൻ കഴിയില്ല എന്നൊക്കെ ടോണ് നിക്കിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് പോയെന്ന് പറഞ്ഞ് ഉണങ്ങി കട്ട് ചെയ്യുകയും ശേഷം അവർ താക്കോലിട്ട് അത് മുകളിലേക്ക് കായലിൽ നിന്നും പൊക്കുകയും അതോടെ ആ വലിയ ആയുധം കണ്ട് എല്ലാവരും പേടിച്ചു പോകുകയും ഇതേസമയം സോണിക്കും ഇതൊക്കെ കണ്ട് ടോമിനെ ആംബുലൻസിലേക്കാക്കി മേഡിയെയും കൂടെ ഹോസ്പിറ്റലിലേക്ക് വിടുകയും എങ്ങനെ ഇത് നിർത്താമെന്നൊക്കെ 3 പേരും ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേരത്തെ മേഡി പറഞ്ഞതുപോലെ എമറാൾഡ് വെച്ച് തോൽപ്പിക്കാമെന്നൊക്കെ സോണിക്ക് പറയുകയും അത് കേട്ട നക്കിൾസ് ആദ്യമൊക്കെ സമ്മതിക്കുന്നില്ലെങ്കിലും വേറെ വഴിയില്ലാത്തത് കൊണ്ട് അതിനെ സമ്മതിക്കുകയും ചെയ്യുന്നു. അതോടെ എമറാൾഡ് ഒളിപ്പിച്ചു വെച്ച വീടിന്റെ അടുത്തേക്ക് പോയി അതങ്ങ് മേടിക്കുകയും അതിന്റെ പവർ അങ്ങ് യൂസ് ചെയ്ത് ബേസിലേക്ക് അങ്ങ് പോകുന്നു. ഇതിനിടെയാണെങ്കിൽ ഭൂമിയിലെ എല്ലാ സ്ഥലത്തും ഗണ്ണിന്റെ ഏറ്റവും പവർഫുൾ ആയുധം ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്ന് വാർത്ത വരികയും എല്ലാവരും വീട്ടിലിരിക്കണമെന്നും പറയുന്നു. ഈ സമയം ഫേസിലെത്തിയ ജെറാൾഡ് ആയുധം സെറ്റാക്കി വെക്കുകയും ഇതൊക്കെ കണ്ട ഷാഡോ നമ്മൾ ചെയ്യാൻ പോകുന്നത് തന്നെയായിരിക്കും മരിയ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ജെറാൾഡിനോട് ചോദിക്കുമ്പോൾ അവൾ ആഗ്രഹിക്കുന്നതൊന്നല്ല നമ്മൾ ചെയ്യുന്നത്, അവൾ കാരണമാണ് നമ്മുടെ മരിയ മരിച്ചുപോയത്, അതുകൊണ്ട് ഈ ഭൂമിയിലെ എല്ലാവരും ആ ശിക്ഷ അനുഭവിക്കണമെന്ന് ജെറാൾഡ് പറയുകയും നമ്മൾ ഈ ഭൂമി മുഴുവൻ തകർക്കാൻ പോവുകയാണെന്നൊക്കെ ജെറാൾഡ് ഷാഡോയോട് പറയുമ്പോൾ മരിയയെ ഓർത്ത് അവനതിനെ സമ്മതിക്കുന്നു. ഈ സമയമാണെങ്കിൽ ഷാഡോ മരിയ എങ്ങനെയാണ് മരിച്ചതെന്ന് ഓർത്തെടുക്കുകയാണ്. ഒരിക്കൽ മരിയയും ഷാഡോയും ആ ലാബിൽ നിന്നും സംസാരിച്ചുകൊണ്ടിരിക്കും. ജെറാൾഡ് ഓടി വന്നു നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം, അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർ നമ്മളെ കൊല്ലുമെന്ന് അറിഞ്ഞ് അവിടെ നിന്ന് ഓടാൻ തുടങ്ങുകയും ഇതിനിടെ കുറച്ച് പട്ടാളക്കാർ വന്ന് അവിടേക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള ഒരു സാധനത്തിൽ കൊണ്ട് അവിടെ മുഴുവനെ പൊട്ടിത്തെറിക്കുകയും അതിൽ മരിയ മരിച്ചു പോവുകയും ചെയ്യും. അതോടെ അതൊക്കെ ഓർത്ത് അവൻ ഓടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ നിക്ക് ചോദിക്കുമ്പോൾ നമ്മൾ ഈ ഭൂമിയെ മുഴുവൻ നശിപ്പിക്കാൻ പോവുകയാണെന്ന് ജെറാൾഡ് പറഞ്ഞതും എന്ത് ഭൂമി നശിപ്പിക്കാനോ, ഭൂമി നശിപ്പിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാനാ, ഞാൻ ആഗ്രഹിച്ചത് ഭൂമിയിലെ എല്ലാവരെയും ഭരിക്കുന്ന ഒരു ലീഡർ ആവാനാണ്, അതുകൊണ്ട് ഭൂമി നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് നിക്ക് പറയുന്നത് കേട്ട് അതിന് ഭൂമി നശിപ്പിക്കാൻ എനിക്കെന്തിനാ നിന്റെ സമ്മതം എന്നൊക്കെ പറയും, ഇത് എന്റെ പ്ലാനാണ്, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാമെന്ന് ജെറാൾഡ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സോണിക്ക് മിന്നൽ വേഗതയിൽ വന്ന് ഷാഡോയെ കൊണ്ടങ്ങ് പോവുകയും അവനെ ഇടിച്ചിട്ട് നിൽക്കുമ്പോൾ പുറകിലൂടെ വന്ന് സോണിക്കിനെ അവനങ്ങ് ഇടിക്കുകയും ഇതിനിടെ എമറാൾഡ് തിരിച്ചു പോകുമ്പോൾ 2 പേരും ഒരേ സമയം അത് ഇടിക്കാൻ നോക്കുകയും അതോടെ 2 പേർക്കും എമറാൾഡിന്റെ പവർ കിട്ടിയതും സോണിക്ക് അവനെ ഇടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവനതൊക്കെ സിമ്പിളായി തടുക്കുകയും സോണിക്കിനെ ഇടിച്ചിടിച്ച് അവർ ഭൂമിയിലെ പല ഭാഗങ്ങളിൽ പോയി ഇടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെയാണെങ്കിൽ നിക്ക് ജെറാൾഡിന് ഒരു ഇടി കൊടുത്ത് ഓടിപ്പോയി ഓഫാക്കാൻ നോക്കുമ്പോൾ ജെറാൾഡ് പുറകിലൂടെ വന്ന് നിക്കിനെ ഇടിച്ചിടുകയും അവനെ ഓരോന്നൊക്കെ വെച്ച് തല്ലിക്കൊണ്ടിരിക്കുമ്പോൾ സോണിക്ക് ഷാഡോയും വാമ്പയർ ഫൈറ്റ് നടത്തുകയും ഈ സമയം സോണിക്കിനെ ഇടിച്ചു തെറിപ്പിക്കുകയും സംസാരിക്കാൻ തുടങ്ങി. നീ എന്ത് തരം ഹീറോ ആണ്, നിന്റെ ഫ്രണ്ട്സിനെ പോലും കേൾക്കാതെയല്ലേ നീ എന്നെ ഇടിക്കാൻ വന്നത്, പിന്നെ നിന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ അവനിപ്പോ ഹോസ്പിറ്റലിൽ ആണല്ലേ, അവനെ പോലും നോക്കാതെയാണ് നീ വന്നതെന്നൊക്കെ പറയുകയും അവന്റെ പേരെന്തായിരുന്നു ടോം എന്നൊക്കെ പറയുന്നതിന് മുന്നേ സോണിക്ക് അവന്റെ മുഴുവൻ പവർ എടുത്ത് കാണാൻ പറ്റാത്ത സ്പീഡിൽ അങ്ങ് ഇടിച്ചു കളയുകയും അങ്ങനെ 2 പേരും ചേർന്ന് ഊണിൽ ചെന്ന് വീണതും ഷാഡോ ആകെ തളർന്നു പോകുകയും സോണിക്കിന് അവനെ കൊല്ലാൻ കിട്ടുമ്പോൾ എന്നെ കൊല്ലണമെന്നൊക്കെ ഷാഡോയും പറയുകയും ഇതിനിടെ ടോം പറഞ്ഞത് അവൻ ഓർക്കും, നീ എന്ത് കാര്യം ചെയ്യുന്നതിന് മുന്നേ എന്റെ മനസ്സിനെ നീ ഒന്ന് കേൾക്കണം
തീർക്കണമെന്ന് പറഞ്ഞത് അവന് ഓർമ്മ വരികയും അവനെ വെറുതെ വിട്ട് അവിടെ ഇരിക്കുമ്പോൾ നീ എന്നാ എന്നെ വെറുതെ വിട്ടതെന്നൊക്കെ ചേടാ ചോദിക്കുമ്പോൾ നിന്നെ കൊന്നിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ് സോണിക്കും പറയുകയും അങ്ങനെ അത് കേട്ടതും ചേടാ ആകാശത്തിലെ നക്ഷത്രങ്ങളൊക്കെ കണ്ട് അവന്റെ വരിയെ പറ്റിയൊക്കെ ചേടാ അവനോട് പറഞ്ഞു കൊടുക്കുകയും 50 വർഷങ്ങളായിട്ട് ഞാൻ ആ വേദന അനുഭവിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ സോണിക്ക് അവന്റെ ലോക്ലോയെ പറ്റി പറഞ്ഞു കൊടുക്കുകയും എനിക്ക് ലോക്ലോയെ നഷ്ടപ്പെട്ടപ്പോഴും എനിക്കും ഇതേപോലെ വേദനയായിരുന്നു. പക്ഷേ ഞാനത് മറക്കാൻ വേണ്ടി ലോക്ലോയോടൊപ്പമുള്ള നിമിഷങ്ങളും അവരോടുള്ള സ്നേഹവും നമ്മൾ ഓർത്താൽ തന്നെ നമ്മളുടെ ആ ദേഷ്യം മാറി കിട്ടുമെന്ന് സോണിക്ക് പറയുകയും നീയും നിന്റെ മരിയയുടെ സ്നേഹം ഓർത്താൽ തന്നെ നിന്റെയും വേദന പോകുമെന്ന് അവൻ പറയുകയും നീ പ്രതികാരം ചെയ്താൽ ഒന്നും നേടത്തില്ലെന്നൊക്കെ പറയുമ്പോൾ അവനവന്റെ തെറ്റ് മനസ്സിലാക്കുകയും സോണിക്കിന്റെ കൂടെ ചേർന്ന് രണ്ടുപേരും എമറാൾഡ് കല്ല് വെച്ച് പവറങ്ങാക്കുകയും രണ്ടുപേരും ജെറാൾഡ് നേരെ പോവുകയും ചെയ്യുന്നു. ഈ സമയമാണെങ്കിൽ ജെറാൾഡും റോബോട്ടിക്കും കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജെറാൾഡിന്റെ സിസ്റ്റത്തിൽ സോണിക്കും ഷേഡോയും ഒന്നായി പറന്നു വരുന്നത് കണ്ട് അവൻ സോണിക്കിനോടൊപ്പം ചേർന്നെന്ന് ജെറാൾഡിന് മനസ്സിലാവുകയും ഉടനെ തന്നെ ആയുധത്തിൽ നിന്നും അവരുടെ നേരെ ഒരുപാട് റോബോട്ടിനെ അവർക്ക് നേരെ അയക്കുകയും അങ്ങനെ അത് കണ്ട അവർ എല്ലാത്തിനെയും ഈസിയായി ഓടിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെയാണെങ്കിൽ ജെറാൾഡ് നിക്കിനെ അതിൽ നിന്നും താഴേക്ക് തള്ളിയിടുകയും സന്തോഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ടെയിൽസും നക്കിൾസും നിക്കിനെ പൊക്കിയാൻ വരികയും വന്ന ഉടനെ തന്നെ സോണിക്കിന്റെ ഉള്ളു വെച്ച് ജെറാൾഡിന്റെ മൂട്ടിനങ്ങ് കുത്തിക്കൊടുക്കുകയും അതോടെ പറന്ന് എന്ന് ആയുധത്തിന്റെ പവർ സപ്ലൈയിലേക്ക് വീണതും ജെറാൾഡ് പൊടിയായ അങ്ങ് മരിച്ചു പോവുകയും അങ്ങനെ സോണിക്കും ഷേഡോയുമാണെങ്കിൽ ആയുധത്തിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ജെറാൾഡ് സെറ്റ് ചെയ്ത് വെച്ചതുപോലെ അത് ഭൂമിയിലേക്ക് ഫയർ ചെയ്യാൻ തുടങ്ങുകയും അത് കണ്ടതും സോണിക്കും ഷേഡോയും അവരുടെ മുഴുവൻ പവറും വെച്ച് അത് തടുത്ത് നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയിലുള്ളവരാണെങ്കിൽ ആകാശത്തിൽ എന്തോ സംഭവിക്കുന്നത് പോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെയാണെങ്കിൽ അത് ഓഫാക്കാൻ പറ്റാത്തതുകൊണ്ട് നിക്കും നക്കിൾസും ടെയിൽസും കൂടെ ആയുധത്തിന്റെ ഡയറക്ഷൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ കഷ്ടപ്പെട്ട് ഭൂമിയുടെ അടുത്ത് നിന്ന് മാറാൻ പോകുന്നതോടെ സോണിക്കിന്റെ ബോധം പോയി അവൻ താഴേക്ക് വീഴാൻ തുടങ്ങുകയും ഇതിനിടെ ആയുധം ചന്ദ്രന്റെ ഒരു ഭാഗം തന്നെ തകർത്ത് കളയുകയും ഈ സമയം ടെയിൽസ് സോണിക്ക് താഴേക്ക് വീഴുന്നത് കണ്ട് അവരെ രക്ഷിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആയുധമാണെങ്കിൽ ഓഫാക്കാൻ പറ്റാത്തതുകൊണ്ട് ഇനി എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചേടാ ചോദിക്കുമ്പോൾ ഇത് ഭൂമിയുടെ അടുത്താണ് ഉള്ളത്, ഇതാണെങ്കിൽ ഓഫാക്കാനും പറ്റുന്നത്, അതുകൊണ്ട് ഇതെങ്ങാനും പൊട്ടിത്തെറിച്ച അത് ഭൂമിക്ക് വലിയ അപകടമാണ്, അതിനു മുന്നേ നമ്മൾ ഇതിനെ ഭൂമിയുടെ അടുത്ത് നിന്ന് മാറ്റണമെന്ന് നിക്കി പറയുകയും അതോടെ നിക്കും ചേടായും കൂടെ സ്വന്തം ജീവൻ പണയപ്പെടുത്തി അതിനെ ഭൂമിയുടെ അടുത്ത് നിന്നും ദൂരോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചേടാണെങ്കിൽ അവന്റെ മുഴുവൻ ശക്തിയും എടുത്ത് തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ ടെയിൽസ് ആണെങ്കിൽ സോണിക്കിനെ പിടിച്ച് റിങ്ങി ഇടാൻ നോക്കുന്നുണ്ടെങ്കിലും അവനെ കൊണ്ട് അതിന് പറ്റുന്നില്ല. ഈ സമയം നിക്കാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കാതിരിക്കാൻ അതിന്റെ പവറൊക്കെ സ്റ്റെബിലൈസ് ചെയ്യാൻ നോക്കുമ്പോൾ അയാളുടെ കയ്യിലുള്ള ഒരു ക്യാമറ വെച്ച് ഒരു ലൈവ് പോവുകയും ഇതിന്റെ അവസാനത്തെ ലൈവ് ആയിരിക്കുമെന്നൊക്കെ പറഞ്ഞ് നിക്ക് സംസാരിക്കാൻ തുടങ്ങുകയും എനിക്ക് ഈ ലോകത്തെ ലീഡറാവാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ രക്ഷിക്കുകയെങ്കിലും ചെയ്യേണ്ടതെന്നൊക്കെ പറയുമ്പോൾ ജോണിന് ഒരുപാട് സങ്കടമാവുകയും അപ്പോഴേക്കും എനിക്കൊരു കാര്യം കൂടെ പറയും, എനിക്ക് ഈ ലോകത്ത് കുടുംബവും ഒന്നുമില്ല, പക്ഷേ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, അതാണ് ജോൺ. പിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്യും ജോൺ എന്നൊക്കെ പറയുമ്പോൾ ആയുധം പൊട്ടിത്തെറിക്കാൻ തുടങ്ങുകയും ലൈവ് കട്ടായി പോവുകയും അതുകൊണ്ട് സ്റ്റോൺ ഒരുപാട് സങ്കടപ്പെടുകയും ചെയ്യുമ്പോൾ ചേടാണെങ്കിൽ അവനവന്റെ മരിയെ ഓർത്തുകൊണ്ട് വീണ്ടും മുന്നോട്ട് തള്ളിക്കൊണ്ടേയിരിക്കുകയും ഈ സമയം ടെയിൽസ് സോണിക്കിനെ രക്ഷിക്കാൻ നോക്കി ബോധം പോയി താഴേക്ക് പോകുമ്പോൾ നക്കിൾസ് മുകളിലൂടെ വന്ന് അവരെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് ബോട്ടിലിട്ടങ്ങ് രക്ഷപ്പെടുകയും വലിയ പൊട്ടിത്തെറിയാണെങ്കിൽ എല്ലാം അവസാനിക്കുകയും ചെയ്യും. പിന്നീട് കാണിക്കുന്നത് താഴെ എത്തിയിരിക്കുന്ന സോണിക്കിനെയും നക്കിൾസും ടെയിൽസിനെയുമാണ്. അവരാണെങ്കിൽ ആകാശത്തിലെ പൊട്ടിത്തെറിയൊക്കെ കണ്ട് ചേടായും നിക്കും മരിച്ചെന്ന് കണ്ട് സങ്കടപ്പെടുകയും മറ്റൊരിടത്ത് ജോണാണെങ്കിൽ പൊട്ടിത്തെറിയൊക്കെ കണ്ട് എല്ലാം അവസാനിച്ചു എന്ന് മനസ്സിലാവുകയും നിക്കിനോട് ബൈ പറഞ്ഞ് അവിടെ നിന്നും പോകും. പിന്നീട് കാണിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ്. ടോമിന് ഇപ്പോൾ എല്ലാം ശരിയായി വന്നിരിക്കുകയാണ്. അങ്ങനെ അന്നവർ ആഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഓട്ട മത്സരം നടത്തുകയും അങ്ങനെ അവർ ഓടി ഒരുപാട് ഓടിപ്പോവുകയും ശേഷം സോണിക്കാണെങ്കിൽ ഒരു സ്ഥലത്തെത്തിയതും അവന് ചുറ്റും അവന്റെ രൂപത്തിലുള്ള റോബോട്ട് അവന് ചുറ്റും വളയുകയും ശേഷം അവന് നേർക്ക് ചാടി അവനെ ആക്രമിക്കാൻ നോക്കുമ്പോൾ ഒരു മുട്ടി വന്ന് എല്ലാത്തിനെയും ഇടിച്ചങ്ങ് പൊടിച്ചു കളയുകയും ശേഷം എമീർ റോസ് എന്ന പേരുള്ള ഹെഡ്ജോ സോണിക്കിന്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ നീ ആരാടാ എന്നൊക്കെ സോണിക്ക് ചോദിക്കുകയും അവിടെ വെച്ച് സിനിമ അവസാനിക്കുകയും ഉറപ്പായും കമന്റ് ചെയ്യുക. 2024 $122 മില്യൺ പുറത്തിറങ്ങിയ സിനിമ $487 ബില്യൺ ആണ് വേൾഡ് വൈഡായി കളക്ഷൻ നേടിയത്.